സാറ് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. നമുക്ക് റെസിപ്റ്റ് അയക്കാത്ത പക്ഷം നമ്മൾ ഇനിയിപ്പോൾ ഇപ്പോൾ സാറ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ എത്ര സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്നറിയാമോ? ട്യൂട്ടറിന് ഇതൊക്കെ കളിയായിരിക്കാം, പക്ഷെ നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് നമുക്ക് എത്രമാത്രം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എത്ര രൂപ കൊടുക്കണം അത് സാറ് തരില്ല, ട്യൂട്ടറും തരില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ട്യൂട്ടർ ഡയറക്റ്റ് റെസിപ്റ്റ് സാറിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പതുക്കെ സാറിൻ്റെ നിന്ന് ഡയറക്റ്റ് പേയ്മെൻറ്റ് വാങ്ങാനുള്ള അടവായിരിക്കും. അങ്ങനെയും ചെയ്യരുത്, കാരണം ഓൺലൈൻ ട്യൂഷനാണ് സാർ. നമുക്ക് എന്ത് വേണം സംഭവിക്കാം. ഫോൺ ഓഫാക്കിയപ്പോൾ എന്താണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കോർഡിനേറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ പേയ്മെൻറ്റ് അതുപോലെ നമ്മൾ ഇപ്പം ഒരു ക്ലാസ് സ്റ്റോപ്പ് ആയെങ്കിൽ അതിനെ റീഫണ്ട് വരെ ചെയ്യുന്നതും. അപ്പോൾ ആ രീതിയിൽ കണ്ടിട്ട് സാർ അയക്കുന്ന റെസിപ്റ്റ് എനിക്ക് തന്നെ ഇട്ട് തരണം. സാർ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കാതെ മൈക്കൂട്ടറിന് ക്ലാസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല സാർ. സാർ നമ്മുടെ ഈ മാസം ആകുമ്പോഴത്തേക്ക് 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് രജിസ്ട്രേഷൻ ഫീ പേ ചെയ്യണം 650. അതും കൂടെ ചെയ്തിട്ട് റെസിപ്റ്റ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തരണേ. സാർ ഇതുവരെ രജിസ്ട്രേഷൻ ഫീ പേ ചെയ്തില്ലല്ലോ. സാർ നമ്മുടെ ഈ മാസം ആകുമ്പോഴത്തേക്ക് 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് രജിസ്ട്രേഷൻ ഫീ പേ ചെയ്യണം 650. അതും കൂടെ ചെയ്തിട്ട് റെസിപ്റ്റ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തരണേ.